Hi children, welcome to LKLS Maths class. ഇന്ന് നമ്മൾ SSLCയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസസിലെ ഫസ്റ്റ് വൺ കേട്ടോ. ഫസ്റ്റ് വണ്ണിനകത്ത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അപ്ലോഡ് ചെയ്തു. ഇനി ഫോർത്താണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ഇൻ ഈച്ച് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് ബിലോ സം ടേംസ് ആർ മിസ്സിംഗ് ആൻഡ് ദ പൊസിഷൻസ് ആർ മാർക്ക്ഡ് വിത്ത് സർക്കിൾ ആൻഡ് ഫൈൻഡ് ദം. സോ ഇത് മൂന്നെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതാണ് കേട്ടോ ഫോർത്ത് വട്ടുണ്ട് 24, ദെൻ എം ടി സർക്കിൾ 42, ദെൻ എം ടി സർക്കിൾ കണ്ടിന്യൂറ്റീസ് ദ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിലൊക്കെ എങ്ങനെയാണ് രണ്ടെണ്ണം അടുപ്പിച്ച് തന്നിട്ടുള്ളതാണ്. നമ്മൾ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മളിത് ഫോം ചെയ്യാൻ അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് ഡിഫറൻസ് അറിയണം അല്ലേ. അതാ ഈ ക്വസ്റ്റ്യനിലും അതെ രണ്ടെണ്ണം അടുത്ത് തന്നുകൊണ്ട് ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്ത് ഡിഫറൻസ് കണ്ടുപിടിച്ചു. ആ ഡിഫറൻസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് അടുത്തത് കണ്ടുപിടിച്ചു. ഇതിലായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചു. 42 നിന്ന് 24 റെഡ്യൂസ് ചെയ്ത് ഡിഫറൻസ് കണ്ടുപിടിച്ചു. ആ ഡിഫറൻസ് ഇതിൻ്റെ കൂടെ ഇങ്ങോട്ട് ആഡ് ചെയ്യുകയും അതേ ഡിഫറൻസ് ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു അല്ലേ. അതുപോലെ തന്നെയായിരുന്നു ഇവിടെയും ചെയ്തത്. ഈ രണ്ട് ടേമിൻ്റെയും ഡിഫറൻസ് 42 മൈനസ് 24ൻ്റെ ഡിഫറൻസ് കണ്ടെത്തി. ആ ഡിഫറൻസ് ഇപ്പോൾ 24ൽ നിന്ന് ഇങ്ങോട്ട് കുറച്ചു, ഈ കിട്ടിയ ആൻസറിൽ നിന്ന് ഇപ്പുറത്തേക്ക് കുറച്ചു. അങ്ങനെ നമുക്ക് എല്ലാ ടേംസും കണ്ടെത്തി. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് കുറച്ചതെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലേ. 24ൽ നിന്ന് ഇങ്ങോട്ട് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്താൽ പോകുന്നത് അല്ലേ. കൂടിയാണ് നമ്പേഴ്സിന് ഇങ്ങോട്ട് പോവുക. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയായിരിക്കും കുറഞ്ഞായിരിക്കും ഇങ്ങോട്ട് വരിക. ഇതിൽ നോക്കിയാലോ കണ്ട 24ൽ നിന്ന് കൂടിയതാണ് ഇങ്ങോട്ട്. അപ്പോൾ ഏതോ ഒരു ഡിഫറൻസ് കൂട്ടിയപ്പോൾ ഇത് കിട്ടി. അതേ ഡിഫറൻസ് ഇതിൻ്റെ കൂടെ കൂട്ടി ഇതിലെ കിട്ടി. ഈ കിട്ടിയ ടേമിൻ്റെ കൂടെ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ ഇവിടത്തെയും കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫറെൻ്റ് ആണല്ലേ. കണ്ടോ 24 കഴിഞ്ഞിട്ട് എം ടി സർക്കിളുണ്ട്, ദെൻ 42 ഇവിടെയും ഒരു ടേം ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്താ പറയുക, ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം എല്ലാത്തിലും അങ്ങനെ തന്നെ കേട്ടോ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ടേം എന്താണത്, നമ്പേഴ്സിൻ്റെ സ്ഥാനത്തെ കാണിക്കുന്നതാണ് പൊസിഷൻ എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഇത് ടേംസാണ്. ഇനി ഇതിൻ്റെ പൊസിഷനാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ പൊസിഷൻ. ഇത് ഒന്നാമത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ, മൂന്നാമത്തെ നമ്പർ, നാലാമത്തെ നമ്പർ. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയട്ടെ കേട്ടോ. ഇതെല്ലാം ടേംസാണ്. ഇതൊരു ടേം, ഇതൊരു ടേം, ഇതൊരു ടേം, ഇതൊരു ടേം, ഇതൊരു ടേം. ഇതിൽ ഈ രണ്ട് ടേംസ് നമുക്കില്ല. സോ നമുക്ക് ഈ രണ്ട് ടേമുകളും എന്ത് ചെയ്യണം, കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എന്തായാലും ഒന്നാമത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ, മൂന്നാമത്തെ നമ്പർ, നാലാമത്തെ നമ്പർ, അഞ്ചാമത്തെ നമ്പർ, ഇങ്ങനെ പോകും. അതിനെയാണ് പൊസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയാലോ? അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടോ ക്വസ്റ്റ്യൻ ഇവിടെ എടുത്ത് ഒന്നും കൂടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ ഡിഫറൻസ് കാണാം. ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് എന്താണ് കണ്ടോ, എന്തായാലും ഒരു ഫോർമുല പോലെ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം എന്ന് പറഞ്ഞാൽ ആരാ, ഈ കാണുന്നതാണ് ടേംസ്. ഇവിടെ രണ്ടെണ്ണം എം ടി ആണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും മാത്രമേ ഉള്ളൂ ടേം. പിന്നെ എന്താ ഉള്ളത്, പൊസിഷൻ ഡിഫറൻസ് പറഞ്ഞാൽ ഇത് ഒന്നാമത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ, മൂന്നാമത്തെ നമ്പർ, നാലാമത്തെ നമ്പർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ടേം ഡിഫറൻസിനെയും പൊസിഷൻ ഡിഫറൻസിനെയും നമുക്ക് വേറൊരു രീതിയിലും കൂടി പറയാം കേട്ടോ. അതായത് എക്സ് എം പിന്നെന്താ എക്സ് എം ബൈ മൈനസ് ഉണ്ട് കേട്ടോ ഇവിടെ, മൈനസ് എം മൈനസ് എൻ എന്നും കൂടി പറയാം. അതായത് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ്, ടേംസ് ആയിരിക്കും. ഇതെന്താ എക്സ് എം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആയിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് ടേം ആയിരിക്കും. അങ്ങനെ അടുത്ത ടേമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് എക്സ് എൻ. ഇനി എം മൈനസ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ പൊസിഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ, ഫോർത്ത് നമ്പർ, റൈറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ ചെയ്ത ഡിഫറൻസ് കാണാൻ എഴുതിയത് എന്താണ്, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ ടേം ഡിഫറൻസ് എത്രയാണ് നമുക്ക് കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്, ഈ ടേമിനെ ആദ്യം എഴുതുക. 42 മൈനസ് അടുത്ത ടേം 24 എഴുതി ബൈ ഈ 3 മൈനസ് 1 എവിടെ നിന്നാണ് കിട്ടിയത്, 1 2 3 അല്ലേ, തേർഡ് നമ്പറാണ് ഇത്. അതിൻ്റെ പൊസിഷൻ അല്ലേ തേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ 3 മൈനസ് 24ൻ്റെ പൊസിഷൻ എന്താ, അത് ഫസ്റ്റ് നമ്പർ ആയതുകൊണ്ട് ഫസ്റ്റ് ഇട്ടു. ക്ലിയർ ആയില്ലേ? ഇനി 42 മൈനസ് 24 ബൈ 3 മൈനസ് 1 സബ്ട്രാക്ട് ചെയ്താൽ എത്ര കിട്ടുക, ഇവിടെ 18 കിട്ടും. 3ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ എത്ര കിട്ടും, 2. ഇനി 2 18ൽ എത്ര പോകും, 9 ടൈംസ്. ക്ലിയർ ആയില്ലേ? അപ്പം നമുക്ക് ഡിഫറൻസ് ആണ് ഇപ്പോൾ കിട്ടിയത്. എന്താണ് നമ്മുടെ ഡിഫറൻസ് കിട്ടിയത്, 9. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഡിഫറൻസ് കാണുക അല്ലേ. അതിൻ്റെ ഫോർമുല എന്താണ്, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേംസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിൽ അവസാനം കിടക്കുന്നതിനെ വേണം ആദ്യം എഴുതാനായിട്ട് കേട്ടോ.
അപ്പോൾ 42 മൈനസ് 24 ബൈ ഇതിൻ്റെ പൊസിഷനാണ് ഫസ്റ്റ് നമ്പറും ഇത് തേർഡ് നമ്പറും. സോ തേർഡിൽ നിന്ന് ഫസ്റ്റ് നമ്പറിനെ പൊസിഷനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കിത് ചെയ്ത് നോക്കുമ്പോൾ 18/2 കിട്ടി, ഡിഫറൻസ് 9 കിട്ടി. ഇനി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാമല്ലോ. ഇത് നോക്കിയേ, ഇപ്പോൾ ഇതിൽ 24 ആണ് ചെറുത്, 42 ആണ് വലുത്. അപ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലായാലും ഇങ്ങോട്ട് പോകുന്നത് വലിയ വലിയ നമ്പേഴ്സാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ 9ലെ ഡിഫറൻസാണ്, ആ ഡിഫറൻസ് 42ൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്പർ കിട്ടും. അത് എത്രാമത്തെയാണ്, 1 2 3 4, വിച്ച് മീൻസ് വാട്ട്, 4th നമ്പർ നമുക്ക് കിട്ടി. കണ്ടോ? ഇനിയോ ഇത് കിട്ടണമെങ്കിൽ, ഈ സെക്കൻഡ് ടേം കിട്ടണമെങ്കിൽ എന്താണ്, ഈ 24ൻ്റെ കൂടെ ഈ ഡിഫറൻസ് ആയിട്ടുള്ള 9 ആഡ് ചെയ്താൽ പോരെ. നമുക്കത് നോക്കാം. കണ്ടോ? സെക്കൻഡ് ടേം മീൻസ് ഇതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം, ഇതിന് x1 x2 x3 x4, അതായത് പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ XM XN എന്ന് എഴുതിയതുപോലെ നമ്മൾ x2 ഈ എമ്മും എന്നും എന്താ മാറി വരുന്നതെന്ന് വെച്ചാൽ 1 2 3 4 അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ നമ്പർ നമ്മുടെ ഡിഫറൻസ് 9 കണ്ടെത്തി. ഇനി നമുക്ക് സെക്കൻഡ് ടേം കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്, ഈ 24ൻ്റെ കൂടെ 9 ആഡ് ചെയ്താൽ പോരെ. കണ്ടോ? സെക്കൻഡ് ടേം, അത് ആ സെക്കൻഡ് ടേമിനെ നമുക്ക് എന്തെന്ന് പറയാം, x2 എന്ന് പറയാം. അപ്പോൾ ഈ 24 ദെൻ പ്ലസ് 9 ഈക്വൽ ടു 33 കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ആരെയും കണ്ടുപിടിക്കണ്ടേ, തേർഡ് ടേം ഇടേണ്ടേ, നമുക്ക് 4th ടേം കാണണം അല്ലേ. സോ 4th ടേം കാണാനായിട്ട് 4th ടേമിനെ നമുക്ക് മറ്റൊരു പേരിൽ എന്താ വിളിക്കുക, x4 എന്ന് പറയും. അപ്പോൾ 4th ടേമിനെ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ തേർഡ് ടേം ആയിട്ടുള്ള 42ൻ്റെ കൂടെ ഈ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. സോ 42 + 9 51. ക്ലിയർ ആയില്ല? ഇനി നമുക്ക് എല്ലാം കൂടെ എടുത്ത് എഴുതിയാൽ പോരെ. കണ്ടോ? 24 എം ടി സർക്കിളിൽ നമുക്ക് 33 കിട്ടി. കണ്ടോ? 33 ഇത് കണ്ടുപിടിച്ചു. ദെൻ 42 ക്വസ്റ്റ്യനിലുണ്ട്. ദെൻ ഇപ്പോൾ കണ്ടുപിടിച്ച ആരാണ്, 51. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ളൊരു സമ്മാണ്. ഒന്നുമില്ല, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് എഴുതുക. അതിനുശേഷം ഇവിടെ കിടക്കുന്ന ടേമിനെ ആദ്യം എഴുതുക, അതിന് ശേഷം മാത്രമേ ഇത് എഴുതാവുള്ളൂ. അപ്പോൾ 42 - 24 ബൈ 3 - 1. ക്ലിയർ ആയല്ലോ? 3 - 1 എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ, ഫോർത്ത് നമ്പർ. അപ്പോൾ ഇതാണ് ആദ്യം എഴുതേണ്ടത്, 3 - 1. അത് ചെയ്തു നോക്കുമ്പോൾ 18/2 കിട്ടി. ഇതിന് ഡിവൈഡ് ചെയ്തപ്പോൾ 9 കിട്ടി. ഈ 9 എന്ത് ചെയ്താൽ മതി, 24ൻ്റെ കൂടെ 9 ആഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ നമ്പർ കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ നിങ്ങൾക്ക് കിട്ടിയത് എത്രയാണോ, 33 ആണോ, ആ 33യുടെ കൂടെ 9 ആഡ് ചെയ്ത് നോക്കിയാൽ 42 തന്നെ കിട്ടില്ലേ. അതേപോലെ 42ൻ്റെ കൂടെ 9 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്, 51 കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ ഇതേ ശരിയായി. കണ്ടോ? ഇവിടെ ഞാൻ ഓരെന്ന് പറഞ്ഞിട്ട് വെച്ചത് ഇങ്ങനെയാണ് കേട്ടോ, ഒറ്റയടിക്ക് ചെയ്യുന്ന വേറൊരു രീതിയാണിത്. കണ്ടോ? കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ മിഡിൽ ടേം ഈ ഒരു നമ്പർ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെയും ഉണ്ട് ഇവിടത്തെയാണ് ഇല്ലാത്തത്. അപ്പോൾ അത് മറ്റൊരു രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കി, 24 + 42/2. കണ്ടോ? ഈ രണ്ട് ടേമും കൂടെ ആഡ് ചെയ്യുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് /2 ചെയ്താൽ ഇവിടത്തെയും കിട്ടും. അപ്പോൾ അത് മറ്റൊരു രീതിയാണ് കേട്ടോ. കണ്ടോ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തു, 66 കിട്ടി. /2 ഇതിന് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി, ഇത് 33 കിട്ടി. അതേതാണ് നമുക്ക് കിട്ടിയത്, കണ്ടോ? സെക്കൻഡ് ടേം ഇവിടുത്തെ കിട്ടും. ഇവിടുത്തെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനായിട്ട് എളുപ്പമല്ലേ. എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് കണ്ടെത്തുക. 33 - 24 എന്തായിരിക്കും കിട്ടുന്നത് അല്ലേ. നമുക്കറിയാം എത്ര കിട്ടും, 33 - 24 എത്രയായിരിക്കും കിട്ടുക നോക്കിയേ. ഇതിൽ നിന്ന് 1 കൂടെ സബ്ട്രാക്ട് ചെയ്തപ്പോൾ ഇത് എത്രയായി, 13 കിട്ടി. ഇനി ഒന്ന് എത്രയാണെന്നൊന്ന് നോക്കിക്കേ. കണ്ടോ? 9 അല്ലേ കിട്ടുക. അപ്പോൾ 9 നോക്കിയേ, 10 11 12 13. കണ്ടോ? 9 കിട്ടിയില്ലേ ഡിഫറൻസ്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താലും സെക്കൻഡ് ടേം കിട്ടി 33 24ൽ നിന്ന് റെഡ്യൂസ് ചെയ്യുമ്പോൾ 9 കിട്ടി. കണ്ടോ? ആ 9 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ നമ്പർ തന്നെയായിരിക്കും. ഇതിൻ്റെ കൂടെ വീണ്ടും 9 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 51 കിട്ടും. ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.